പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയില് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഞാൻ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വിടുതൽ കിട്ടും. ഇതൊരു വിമോചന പ്രാർത്ഥന ശുശ്രൂഷയാണ്. അനുദിനം കർത്താവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിന്റെ കുടുംബത്തെ ബാധിക്കുന്ന, നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന, നിന്റെ ചിന്തകളെ ബാധിക്കുന്ന, നിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന, നിന്റെ തൊഴിൽ മേഖലകളെ ബാധിക്കുന്ന എല്ലാ കറകളെയും, എല്ലാ അസ്വസ്ഥതകളെയും, എല്ലാ തടസ്സങ്ങളെയും, എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും, നനച്ചിരിക്കാതെ വരുന്ന അപകടങ്ങളെയും, യാത്രവേളയിൽ വരുന്ന എല്ലാവിധ അസ്വസ്ഥതകളെയും, നിന്റെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനും കർത്താവ് നൽകിയ പ്രേരണയാണ് ഈ ശുശ്രൂഷ. ഈ ഒരു കാലഘട്ടത്തില് ഡെലിവറൻസിന്റെ ഒരു കാലഘട്ടമാണ്. സാത്താൻ പലവിധത്തിലാണ് കുരുക്കുകൾ ഉണ്ടാക്കുന്നത്. നനച്ചിരിക്കാത്ത സമയത്താണ് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് തെറ്റായ ബന്ധങ്ങളിലൂടെ കടന്നു വരുന്നു. നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് മദ്യപാനത്തിലൂടെ കടന്നു വരുന്നു. നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ലഹരിയിലൂടെ കടന്നു വരുന്നു. ജഡികാസക്തിയിലൂടെ കടന്നു വരുന്നു. ഇത് നമ്മളെ നിരാശപ്പെടുത്തുന്നു. ഇത് നമ്മളെ ആത്മഹത്യ ചിന്തകളിലേക്ക് നയിക്കുന്നു. ഇനി എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന ചിന്തയിലായി പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പ്രേരണ നൽകിയത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇരുളിന്റെ കാലഘട്ടമാ. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ കാലഘട്ടമാ. സാത്താൻ പിടിമുറുക്കുന്ന ഒരു കാലഘട്ടമാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഡെലിവറൻസിന്റെ പ്രാർത്ഥന, വിമോചനത്തിന്റെ പ്രാർത്ഥന, അതും സഭ ഔദ്യോഗികമായി നിർദ്ദേശിക്കുന്ന പ്രാർത്ഥന. ഇങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ ഇങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിക്കണമെന്ന് ദൈവം എൻ്റെ പൗരോഹിത്യത്തിലൂടെ ആഗ്രഹിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ യൂറോപ്പിലെ പഠന കാലഘട്ടങ്ങളിൽ പല ഭൂതോച്ചാടകരായ വൈദികരുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഫബ്രിയാനോയില് ഒരു വലിയ മോൺസിഞ്ഞോർ ഉണ്ടായിരുന്നു. ഇറ്റലിയില് അങ്കോണ എന്ന സ്ഥലത്ത് ഫബ്രിയാനോ മോൺസിഞ്ഞോർ ലീതോ, അദ്ദേഹം മരണക്കിടക്കയിലാണ്, മരണത്തോട് മല്ലടിക്കുക. അപ്പോഴാണ് അദ്ദേഹം കുർബാന ചൊല്ലിയ ബോൺ ജെസു, നല്ല ഈശോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു തീർത്ഥാടന കേന്ദ്രത്തില് ഞാൻ ബലിയർപ്പിക്കുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞത്. ഒരുപാട് ആളുകൾ അവിടെ കുർബാനയ്ക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഈ മോൺസിഞ്ഞോർ ലീതോ എന്നെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ നഗരത്തില് അതിപ്രശസ്തനായ ഒരു ഭൂതോച്ചാടകനായിരുന്നു മോൺസിഞ്ഞോർ ലീതോ. അങ്ങനെ ഒരു സായാഹ്നത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കള് എന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാനാവുന്നില്ല. അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി നിന്നു. മുഖം വളരെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഏറ്റവും അവസാനം അദ്ദേഹം ആ കരങ്ങൾ ഉയർത്തി എൻ്റെ തലയിൽ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊരു പങ്കുവയ്ക്കലായിരുന്നു. ആ വിമോചന ശുശ്രൂഷകൻ, ആ ഡെലിവറൻസിന്റെ ശുശ്രൂഷകൻ, തനിക്ക് കർത്താവ് കൊടുത്ത പവറ്, ആ കർത്താവ് കൊടുത്ത അധികാരം, അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിൽ കൊടുത്ത ആ ഒരു അധികാരം തൻ്റെ മരണത്തിന്റെ അവസാന നിമിഷത്തില് അദ്ദേഹം എനിക്ക് പങ്കുവെച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് എൻ്റെ ഓർമ്മയിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ,
അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭവമാണ്. എൻ്റെ തലയിൽ കരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി. അദ്ദേഹം ആ നിമിഷം മരിച്ചു. ആ ഒരു അധികാരം, ആ ഒരു പവറ്, അത് വെച്ച് പള്ളിക്കുന്നിലെ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തില് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് മക്കളെ. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിലെ തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിലെ കടങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യയുടെ വക്കത്ത് നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലത്തിന്റെ കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാല് അടയാളങ്ങള്, അത്ഭുതങ്ങള് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. പ്രിയപ്പെട്ട മക്കളെ, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം. യേശു മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, തനിക്ക് ഇഷ്ടം തോന്നുന്നവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. ഈശോ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവർ ഈശോയുടെ അടുത്തേക്ക് വരണമെന്ന് നിർബന്ധമില്ല. ഈ വചനം കേൾക്കാനായിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എല്ലാവരും ഇത് കേൾക്കണമെന്ന് നിർബന്ധമില്ല എന്റെ പ്രിയപ്പെട്ടവർ. എന്നാൽ കർത്താവിന് നിന്നെ ഇഷ്ടമായതുകൊണ്ട് നിന്നെ കർത്താവ് തന്റെ അടുത്തേക്ക് വിളിക്കുക. എന്തിനാണെന്നറിയാമോ? തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി. അവൻ എന്നിട്ട് 12 പേരെ നിയോഗിച്ചു. ഞാൻ നിരന്തരം കർത്താവിന്റെ മുമ്പിൽ പറയാറുണ്ട്, കർത്താവേ, ആ 12 പേരുടെ അഭിഷേകം എനിക്ക് തരണമേ. കാരണം എന്തിനാണ് ഈ 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തത്? അത് ദൈവരാജ്യത്തിന്റെ ഭരണത്തിന് വേണ്ടിയാ. പിശാചിന്റെ ഭരണത്തെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാ. ദൈവരാജ്യത്തിലെ രാജാവായ യേശുവിനോട് നിന്റെ കുടുംബം ചേർന്ന് നിൽക്കുമ്പോൾ രാജാതിരാജനായ ദൈവരാജ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് എന്റെ മകനെ, മകളെ, നീ ചേർന്ന് നിന്നാൽ നീ എന്ത് പ്രാർത്ഥിച്ചാലും, വിശ്വാസത്തോട് നീ എന്ത് പ്രാർത്ഥിച്ചാലും അത് നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് എന്റെ പൗരോഹിത്യത്തിന്റെ ആ ഒരു ആത്മവിശ്വാസത്താൽ ഞാൻ ഇത്രയും നാൾ നടത്തിയ എന്റെ വചന പ്രഘോഷണത്തിന്റെ ആത്മവിശ്വാസത്താൽ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട, ഞാൻ എന്റെ ചെവികൾ കൊണ്ട് കേട്ട കർത്താവിന്റെ നാമത്തിൽ നടന്ന വിടുതലിന്റെ, രോഗശാന്തിയുടെ, അത്ഭുതങ്ങളുടെ വെളിച്ചത്തിലാണ് പ്രിയപ്പെട്ട മകനെ, മകളെ, ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ലോകം അന്ധകാരത്തിനടിമയാണ്. അങ്ങനെ എന്നും അന്ധകാരത്തിലായിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. മനുഷ്യരെ അന്ധകാരത്തിൽ അടിമപ്പെടുത്തുന്നതിന് വേണ്ടി സാത്താൻ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ കരുണ, സ്വർഗത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ശക്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് മക്കളെ. അത് ഈശോയുടെ അധികാരമാണ്. അത് സുവിശേഷത്തിന്റെ അധികാരമാണ്. അത് കത്തോലിക്ക സഭയുടെ അധികാരമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. പ്രിയപ്പെട്ട മക്കളെ, എന്നെ പോലുള്ള വചന ശുശ്രൂഷകര്, പ്രത്യേകിച്ച് വിമോചനത്തിന്റെ ശുശ്രൂഷകള് പ്രത്യേകമാം വിധം ചെയ്യുന്ന വചന പ്രഘോഷകര് ആശ്രയിക്കുന്നത് കർത്താവിന്റെ ശക്തിയില, പരിശുദ്ധാത്മാവിന്റെ ശക്തിയില. ഞാൻ ഈ വയനാട്ടില് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയ അങ്കണത്തിൽ വന്ന നിമിഷം മുതല് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഏത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, കല്യാണം നടക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ? പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് അതെല്ലാം നടത്തി തന്നിട്ടുണ്ട്. ഈശോ അതെല്ലാം നടത്തി തന്നിട്ടുണ്ട്.
അതാണ് വിമോചന പ്രാർത്ഥനയുടെ ശക്തി, അതാണ് വിടുതൽ പ്രാർത്ഥനയുടെ ശക്തി. ആ ഒരു പ്രേരണയാണ് ഈ ലോകത്തിന് ആവശ്യം. അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയാ. പ്രിയ മക്കളെ, ജോലിക്ക് പോകുന്നതിന് മുമ്പ്, മറ്റ് ജീവിത മേഖലകളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക, ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ഇത് മറ്റുള്ള എല്ലാവർക്കും വേണ്ടി അയച്ചു കൊടുക്കുക. നമുക്കിപ്പോഴും കരങ്ങൾ കൂപ്പി ഈ വിമോചന ശുശ്രൂഷയ്ക്കായി പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ എന്റെ പൗരോഹിത്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു, ഞാൻ കൽപ്പിക്കുന്നു. നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദുഷ്ടാരൂപികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, ഈ വചനം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും കുരുക്കുകളും ബന്ധനങ്ങളും ഉണ്ടാക്കുന്ന നിന്റെ തുനിവിന് ഇന്ന് അറുതി വരുത്തുന്നു. ഞാൻ എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഞാൻ ഉപയോഗിക്കുന്നു. കത്തോലിക്ക സഭയുടെ അധികാരം ഞാൻ ഉപയോഗിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ശക്തി ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആജ്ഞാപിക്കുന്നു, ഇനി ഈ മക്കളെ തൊട്ടുപോകരുത്. നാരക ശക്തികളെ, അന്ധകാര സേനകളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ കർത്താവായ യേശുവിന്റെ നാമത്താൽ ഈ മക്കളിൽ നിന്നും വിട്ടുപോകാൻ ഞാൻ ആജ്ഞാപിക്കുന്നു. കടബാധ്യതകൾ വിട്ടുമാറട്ടെ, രോഗപീഠകൾ വിട്ടുമാറട്ടെ, വിഷാദ രോഗങ്ങൾ വിട്ടുമാറട്ടെ, നിരാശകൾ വിട്ടുമാറട്ടെ, ആത്മഹത്യ ചിന്തകൾ യേശുനാമത്താൽ വിട്ടുമാറട്ടെ. നാരക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ ഈ വചനം കേൾക്കുന്നവരുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു, നിങ്ങളെ ഞാൻ ശാസിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ആട്ടിപ്പായിക്കുന്നു. ഈ മക്കളുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് ഞാൻ ആട്ടിപ്പായിക്കുന്നു. ഇനിമേലിൽ ഇവരെ തൊട്ടുപോകരുതെന്ന് കർത്താവായ യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, കർത്താവായ യേശുവിന്റെ തിരുനാമത്തിന്റെ ശക്തിയാൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. കർത്താവായ യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് മടങ്ങി വരാനാവാത്ത വിധത്തില് ഞാൻ നിങ്ങളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ശുശ്രൂഷ നിങ്ങൾക്കെല്ലാവർക്കും അനുഭവവേദ്യമാകും. ഇനി വചനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഇവിടെ എന്റെ പള്ളിയിൽ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ആ ഈശോയുടെ മുമ്പില് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നത്തെ ദിവസം ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ദിവസം. ആ നൂറുകണക്കിന് ആൾക്കാരുടെ മുൻപില് ഞാൻ നിങ്ങളെ ഓരോരുത്തരെ സമർപ്പിച്ച് യേശുവിന്റെ നാമത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കൈക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ എനിക്ക് കിട്ടുകയാണ്. ശൈശവ സംബന്ധമായ എല്ലാ രോഗങ്ങളിൽ നിന്നും, ഉറക്കത്തിലെ ഞെട്ടലുകളിൽ നിന്നും, എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്ന് എല്ലാ കൈക്കുഞ്ഞുങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. കൈക്കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ കൈക്കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ നിങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. ഈ ഒരു വചന ശുശ്രൂഷ, ഈ ഒരു അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണമെന്ന് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു.